കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായി അതിശക്തമായ നിലപാട് തന്നെയാണ് എടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ധനകാര്യ കമ്മീഷന്റെ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം ചുരുക്കുന്നതിനെപ്പറ്റി അന്ന് പറഞ്ഞപ്പോ അന്ന് സംബന്ധിച്ചില്ല ആദ്യഘട്ടത്തിലെന്ന് പറഞ്ഞ് നീതി ആയോഗിന്റെ സിഇഒ പറഞ്ഞ കാര്യമുണ്ടല്ലോ. ഏറ്റവും ശക്തമായിട്ട് അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞ ഒരാൾ ഇന്ത്യയിലെ ഒരു പ്രധാന സംസ്ഥാനമായ കർണാടകത്തിന്റെ മുഖ്യമന്ത്രിയാണ്. സി സിദ്ധരാമയ്യയുടെ ട്വീറ്റ് നിങ്ങൾ കണ്ടു കാണും. വളരെ ശക്തമായിട്ടന്ന് അദ്ദേഹം എഴുതിയിരുന്നു. ഈ വാർത്തകൾ വരുന്ന ദിവസം ഞാൻ ചെന്നൈയിൽ അവിടെ ഒരു പ്രധാനപ്പെട്ട ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ കോപ്പറേറ്റീവ് ഫെഡറലിസത്തെ പറ്റിയും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവിയെപ്പറ്റിയൊക്കെയുള്ള ഒരു സെമിനാർ ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസം സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുത്തിരുന്നു. ശ്രീ ചിദംബരം, മുൻ ധനകാര്യമന്ത്രി, അതുപോലെ പഴനിവേൽ ത്യാഗരാജൻ, ബിസിനസ് സ്റ്റാൻഡേർഡിന്റെ സ്ഥാപക എഡിറ്ററും ഡയറക്ടറുമായിട്ടുള്ള ശ്രീ ടി എൻ നൈനാൻ തുടങ്ങിയവരായിരുന്നു അതിലുണ്ടായിരുന്നത്. അതിൽ ശ്രീ ചിദംബരം പറഞ്ഞതും ഈ ഇന്ത്യ ഗവൺമെന്റ് ഇങ്ങനെ ഒരു കാര്യം എടുക്കുന്നതിന്റെ സാമ്പത്തിക വശങ്ങളെപ്പറ്റിയാണ്. അതിനകത്ത് ഞാനവിടെ പറഞ്ഞ ചില കണക്ക് കേട്ടിട്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടിട്ട് അവിടെ പരസ്പരം സംസാരിക്കാറുണ്ട്. അദ്ദേഹം തന്നെ സദസ്സിനോട് പറഞ്ഞു, കേരളത്തിന് 3 വർഷം മുമ്പ് ആകെയുള്ള സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനത്തിൽ 46% കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ട നികുതി വരുമാനമായിരുന്നുവെങ്കിൽ ഈ വർഷം അത് 29% ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. 29% ഉള്ളോ? അപ്പൊ ഈ കാര്യത്തിനകത്തൊക്കെ യോജിച്ച് സംസ്ഥാനങ്ങളെ ശ്വാസം മുട്ടിക്കുന്നതിൽ നിൽക്കണമെന്നാണ് കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ, ഞാൻ പറഞ്ഞ കർണാടകത്തിന്റെ മുഖ്യമന്ത്രിയും അതുപോലെ 10-15 പ്രാവശ്യം ഇന്ത്യയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ചിദംബരം അടക്കമുള്ള ആളുകൾ പറയുന്നു. കേരളത്തിന് പുറത്ത് അവർക്ക് ഈ സ്റ്റാൻഡെല്ലാം ഉണ്ട്, കേരളത്തിനകത്ത് വന്നാൽ ഈ ഒരു സ്റ്റാൻഡില്ല. ഇതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ ഗവൺമെന്റ് ഇടതുപക്ഷ മുന്നണിയെ എതിർക്കുക എന്നുള്ള തരത്തിലേക്ക് എല്ലാ തരത്തിലും കോൺഗ്രസ് പാർട്ടിയുടെ ജീവനക്കാരുടെ സംഘടന, അവരുടെ തൊഴിലാളി സംഘടന, അവരുമായി അനുബന്ധമായ മുഴുവൻ ആളുകളും ഇടതുപക്ഷ മുന്നണിക്ക് എതിരായിട്ട് പറയുക, ഈ ഗവൺമെന്റിനെതിരായിട്ട് പറയുക എന്നുള്ള മിനിമം അജണ്ട മാത്രം വെച്ചുകൊണ്ട് പോകുന്നതിന്റെ ഭാഗമായി രക്ഷപ്പെടുന്നത് ഇന്ത്യയിൽ സാധാരണക്കാരുടെ ജീവിതവും വരുമാനവും തൊഴിലുമൊക്കെ ബാധിക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങളിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ ജനവിരുദ്ധമായ നിലപാടെടുക്കുന്ന ബിജെപി ഗവൺമെന്റിനെ സഹായിക്കുന്ന അവസ്ഥയാണ് കേരളത്തിലെ പ്രതിപക്ഷം ഉണ്ടാക്കുന്നത്. അവരെ സംബന്ധിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ടുമുമ്പ് അവർക്കുള്ള സീറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം വലിയ തോതിൽ അവർക്ക് സീറ്റുകൾ കിട്ടി. അത് നിലനിർത്തുക എന്നുള്ള ആഗ്രഹമായിരിക്കും. ഭാവിയിൽ കേരളത്തിലെ ഇടതുപക്ഷവുമായിട്ടാണ് മത്സരിക്കേണ്ടതെന്നുള്ളതുകൊണ്ട് കേരളത്തിൽ കൂടുതൽ സീറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമായിരിക്കും. പക്ഷേ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ സമീപനം എന്നുള്ളത് അവർ മനസ്സിലാക്കണം. എല്ലാ സംസ്ഥാനങ്ങളിലും ചെയ്ത് ഇങ്ങനെ ആയല്ലോ. അപ്പൊ ഈ ഇന്ത്യയിൽ ഇന്നലെ രാമജന്മഭൂമി പ്രശ്നത്തെ എങ്ങനെയാണ് ബിജെപി രാഷ്ട്രീയവൽക്കരിച്ചതെന്നുള്ളത് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന, അത് ആ രാഷ്ട്രീയവൽക്കരണത്തിന്റെ പ്രശ്നം നമ്മൾ നേരത്തെ എല്ലാവരും ചർച്ച ചെയ്തു. അത്തരം കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന, സാമ്പത്തിക രംഗത്ത് വലിയ അപകടം ഉണ്ടാക്കുന്ന തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനെതിരെ നിലപാടെടുക്കുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നമ്മുടെ മുന്നിലുള്ള, അവരിവർ നിലപാടെടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഈ സാമ്പത്തിക രംഗത്തെ കാര്യത്തിനകത്ത് ഞാൻ മറ്റ് കണക്കുകളൊന്നും പറയുന്നില്ല. കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോൾ ഈ ശ്വാസമുട്ടലിന്റെ അടിസ്ഥാന കാരണം ഈ തരത്തിൽ ശ്രീ ചിദംബരം അടക്കമുള്ള ആളുകൾ, സിദ്ധരാമയ്യ അടക്കമുള്ള ആളുകൾ അംഗീകരിക്കുന്ന കേരളത്തിനോടെയും ഇന്ത്യയിലെ മറ്റ് പ്രതിപക്ഷ സംസ്ഥാനങ്ങളോടെയും കാണിക്കുന്ന നിലപാട് തിരുത്തണം. അങ്ങനെ തിരുത്തിയാൽ കേരളത്തിന് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുമില്ല. വാസ്തവത്തിൽ ഇവരൊക്കെ വിചാരിച്ചിട്ടും കേരളത്തെ തളർത്തി നിർത്തിയിടാൻ പറ്റുന്നില്ല. അതിന്റെ കണക്കുകൾ നിങ്ങളുടെ അടുത്തുണ്ട്. ഇത്രയും വെട്ടിക്കുറച്ചു. 57,000 കോടി രൂപ ഈ വർഷം കിട്ടാനുള്ളത് കൃത്യമായി വെട്ടിക്കുറച്ചതിന്റെ കണക്കുകൾ നിങ്ങളുടെയിലുണ്ട്. എന്നിട്ടും ഈ പറഞ്ഞ ശമ്പളം മുടങ്ങാനോ ഇതെല്ലാം അടച്ചുകൂട്ടാനോ എന്നുള്ള അവസ്ഥ ഉണ്ടാക്കാതെ നമ്മൾ പോവാം. നല്ല സ്ട്രഗിൾ ചെയ്താൽ പോകുന്നതെന്നുള്ള കാര്യമൊക്കെ തുറന്നു പറഞ്ഞിട്ട് തന്നെ നിൽക്കുന്നില്ല. ഒന്നും രഹസ്യമൊന്നുമില്ല. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്, ആ ആനുകൂല്യങ്ങൾ കൃത്യമായി കൊടുക്കണമെന്നുള്ള കാഴ്ചപ്പാടുള്ള ഗവൺമെന്റാണ് നമ്മൾ. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെയും ഇങ്ങനെ 1-2 വർഷത്തെയൊക്കെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് പിന്നീട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പായി ഒരു സമരത്തിന് കാരണമായിട്ട് അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പലതവണ, ഇതെല്ലാം കൊടുക്കാൻ ഗവൺമെന്റിന് ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത്. മുമ്പ് ഈ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും ശമ്പളവും ആനുകൂല്യങ്ങളും ഒക്കെയാണ് അപകടം എന്നുള്ളതുകൊണ്ട് ഇതൊക്കെ നിർത്താൻ തീരുമാനിച്ച ഒരു കാലം ഉണ്ടായിരുന്നു UDFന്റെ. ആ സമീപനം നമ്മൾ സ്വീകരിച്ചിട്ടില്ല. ഇതെല്ലാം കൊടുക്കണമെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. കൊടുക്കാൻ ഉത്തരവാദിത്തോടുകൂടി ചെയ്യുകയും ചെയ്യും. പക്ഷേ 57,000 കോടി രൂപ ഈ വർഷം കിട്ടാനുള്ള കണക്ക് വെറുതെ ഒരു കണക്ക് പറഞ്ഞല്ല. ഒന്നാമത്തെ വർഷം, ഈ ഗവൺമെന്റ് വന്നതിന്റെ ഒന്നാമത്തെ വർഷം 2021-22
21-ലുണ്ടായിരുന്ന ഇതിനേക്കാൾ എത്രയോ അധികം ചെലവ് അടുത്ത വർഷം വന്നു. എന്നാൽ വരുമാനം 19,000 കോടി രൂപ ഉണ്ടായിരുന്ന ഗ്രാന്റ് വെട്ടിക്കുറച്ചു. 12,000 കോടി രൂപ ഉണ്ടായിരുന്ന ഈ GST കോമ്പൻസേഷൻ ഇപ്പം ഒന്നും തരുന്നില്ല. കടമെടുക്കാൻ ആ സമയത്ത് 5%, 4% വരെ എടുക്കാൻ പറ്റുന്നത് 3% ചുരുക്കി. ഇതിന്റെയൊക്കെ തുക നോക്കുമ്പോൾ, ഇത് കണക്ക് കൂട്ടി നോക്കുമ്പോൾ പണം വരും. എല്ലാം ഉണ്ടായിട്ടും നമ്മൾ ഏതെങ്കിലും മേഖലയെ കുറച്ചിട്ടില്ല. നിങ്ങൾ നോക്കിയാൽ അറിയാം, അന്നുണ്ടായിരുന്ന 1,38,000 കോടിയേക്കാളും എത്രയോ അധികം തുകയാണ് ഇപ്പോൾ ചെലവാക്കുന്നത്. ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടും ആ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടും ഇത്രയും ചെലവാക്കുമ്പോൾ ഇനി കിട്ടാനുള്ളതിന്റെ പകുതിയെങ്കിലും അടിയന്തരമായി കിട്ടിയാൽ ഇപ്പോൾ ഉള്ള പ്രതിസന്ധികൾ കുറച്ച് ഈ തടസ്സങ്ങൾ ഒഴിവാകും. അപ്പൊ അവിടെ ഞങ്ങളിതെല്ലാം കൊടുക്കാൻ കമ്മിറ്റഡ് ആണെന്ന് കൃത്യമായി പറയുകയും ആ രാഷ്ട്രീയം ചെയ്യുന്നതാണ്. എന്നാൽ ഇവിടെ ഈ സർക്കാർ ജീവനക്കാരുടെയും പൊതുമേഖലയിലും ഒക്കെയുള്ള അവസ്ഥയെ സംബന്ധിച്ച് കണ്ണു തുറന്നു നോക്കാൻ പ്രതിപക്ഷവും ചില സംഘടനകളും തയ്യാറാവുന്നില്ല. മിനിഞ്ഞാന്നത്തെ മനോരമ ഞാൻ പറയുന്നത് മറ്റു പത്രത്തിലുണ്ട്. മനോരമ പത്രത്തിൽ വരുന്നു എന്ന് പറയുമ്പോൾ മനോരമ പലപ്പോഴും ധാരാളം വിമർശനം പറയുന്ന ഒരു പത്രം ആയതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നേ ഉള്ളേ. മറ്റു പത്രങ്ങളിലൊക്കെ വരാറുണ്ട്, ഓരോ ദിവസവും ഈ പത്രങ്ങളിലുണ്ട്. അതിന് വന്നൊരു വാർത്തയുണ്ട്, PSC നിയമനത്തെ സംബന്ധിച്ച് ഇന്ത്യയിലാകെ നടന്ന ഏകദേശം ജൂലൈ ടു ജൂലൈ ആണ്. അതിനകത്ത് ഏകദേശം ഇന്ത്യയിലാകെ നടന്ന അപ്പോയിന്റ്മെന്റിന്റെ 60%, ആ കണക്ക് ഞാനെടുത്ത് അയച്ചു തരേണ്ട കാര്യമില്ല, പത്രത്തിൽ വന്നതാണ്, 60% കേരളത്തിലാണ് നടന്നത്. ഇതിനു മുമ്പ് പാർലമെന്റിൽ ഒരു മറുപടി കൊടുത്തു. കഴിഞ്ഞ 6 മാസക്കാലത്ത്, ആ പീരീഡ് വെച്ചിട്ട് 6 മാസക്കാലത്ത് ആകെ നടന്ന അപ്പോയിന്റ്മെന്റിൽ 25,000 PSC വഴി എല്ലാ സംസ്ഥാനങ്ങളിലും നടന്ന അപ്പോയിന്റ്മെന്റ്. അത് 19,000 കേരളത്തിലാണ്. ഇപ്പൊ PSC വഴി അപ്പോയിന്റ്മെന്റ് നടക്കുന്ന കേരളത്തിലാണ്. ഇപ്പൊ ഞാനീ പറഞ്ഞ വാർത്ത, മനോരമ വന്ന വാർത്ത, അത് ഇന്ത്യയിലെ PSCകളുടെ അപ്പോയിന്റ്മെന്റ് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് ഏജൻസി എടുത്ത കണക്കാണ്. ആ കണക്കിൽ ഏതാനും 10,000-60,000 എങ്ങാണ്ട് കണക്കാണ്. അതിനകത്ത് 60%-ലധികവും ഈ 3% ആളുള്ള കേരളത്തിലാണ് നടത്തിയത് എന്നുള്ളത് കേരളത്തിലെ ഗവൺമെന്റിന്റെ ജീവനക്കാരോട്, ചെറുപ്പക്കാരോടുള്ള കമ്മിറ്റ്മെന്റിന്റെ ലക്ഷണമാണ്. നമ്മൾ സാമൂഹ്യക്ഷേമ രംഗത്തുള്ള പ്രവർത്തനങ്ങളും മറ്റു പ്രവർത്തനങ്ങളൊക്കെ നന്നായി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കേരളത്തെ സംരക്ഷിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലെ സർക്കാർ സംവിധാനം, ജീവനക്കാര്, ആകെയുള്ള സാമൂഹ്യ വികസന രംഗം ഒക്കെ സംരക്ഷിക്കണമെങ്കിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും രാഷ്ട്രീയമായ ചെറിയ താല്പര്യം. ധനമന്ത്രി KN ബാലഗോപാൽ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നതിന്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. കേരളത്തിനുള്ള വിഹിതങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിൽ കേന്ദ്ര സർക്കാരിനെതിരെ നിലപാട് എടുക്കുന്നില്ല കേരളത്തിലെ കോൺഗ്രസ്. അതേസമയം P. ചിദംബരവും സിദ്ധരാമയ്യയുമെല്ലാം പ്രതിപക്ഷ സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ കാട്ടുന്ന നിഷേധാത്മക സമീപനത്തിൽ നിലപാട് വ്യക്തമായി സ്വീകരിക്കുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ബാലഗോപാൽ ഉന്നയിച്ചത്.